ഇതിലിപ്പോ എവിടെയാണോ കിടക്കുന്നത്? ആ, കിട്ടി. ഇതല്ലേ? ആ, അതെ. അത് പിന്നെ ഇന്നത്തെ മീൻ ഏതാടാ നല്ലതുള്ള? മീനോ? ആരെ വിളിച്ചേ? കുഞ്ഞമ്മ തന്നെയല്ല? അല്ല, അച്ഛനാ. ആരുടെ? എവിടത്തെയാണ്? പള്ളിയിലെ. അല്ലാതെ അവിടുത്തെ നിങ്ങൾ ഇടവപ്പള്ളിയിൽ വിചാരിച്ചാണോ? അയ്യോ അച്ഛ, ക്ഷമിക്കണേ. വിളിച്ചപ്പോ ആൾ മാറിപ്പോയതാ. ഇത് കല്ലമ്മാക്കാരും കല്യാച്ചനാർന്നേ. ക്ഷമിക്കണോട്ടോ. ആ, മനസ്സിലായി. അതെ, ഈയിടെയായിട്ട് കല്യാണത്തിന്റെ പള്ളിയെത്താറ് വെച്ചിട്ട് കുറവാട്ടോ. അത് പിന്നെ പലവിധ ബന്ധപ്പാടുകളൊക്കെ അല്ലേ അച്ഛോ. അവള് അന്നാമ്മ. ആ, ഓ, കളറ് അത് പോരാ. കഴിയുന്നത്ര രണ്ടുപേരും ഒരുമിച്ച് വരുവും വേണം. ഓ, ആ, നല്ല വെച്ചോ. ഈ കൂന്തറാണ്ട് ഒപ്പിക്കണ ഓരോരോ പൊടി രാവിലെ തന്നെ അച്ഛൻ്റെ അടുത്തൊന്നും നാണം കിട്ടു. അവന്റെ നമ്പരിനി ഇതല്ല. ഇനി ഇതിന് പോലീസ് സ്റ്റേഷൻ ആവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ആ, ഹലോ, കുഞ്ഞമ്മ തന്നെയല്ല? അതെ അച്ഛാ, ഞാൻ തന്നെയാണ്. ഇത് പറഞ്ഞോളി. ഭാഗ്യം, ശരിക്കുള്ള നമ്പർ തന്നെ കിട്ടി. ആ, പിന്നെ ഇന്നത്തെ മീൻ നല്ലത് എന്നതാണുള്ളത്? അതിപ്പോ പറഞ്ഞാല് ഇന്ന് നമ്മൾ വിളിക്കുന്ന മീന് ചാച്ചിന് പറ്റില്ല. ഇറച്ചിയായാലോ? വേണ്ടാടാ, പോത്തല്ലേ? അതെ, ഞാനൊരു 4 കിലോ ആ സിജോന്റെ കടയിൽ നിന്ന് മേടിച്ചതാണ്. അത് പോത്തല്ലേ? ഞാൻ നല്ല ഉത്സവം നാടൻ ആട് തരാം. എന്നാ പിന്നെ അതും ആയിക്കോട്ടെ. നല്ലതാണല്ലോ അല്ലേ? അതേന്ന് നമ്മുടെ ചാച്ചിക്ക് മോശം തരുമോ? അതെ, എന്തും വേണ്ടിയിട്ടും ഒരു 1-1.5 മതി. ആ, പിന്നെ അതൊന്ന് നുറുക്കി റെഡിയാക്കി കൊടുത്തു വിടണം കേട്ടോ. താമസിപ്പിക്കരുത്. ഓ ഇല്ല, അത് താമസിപ്പിക്കൂല. അല്ല ചാച്ചാ, ഇന്നെന്താ ഇപ്പം ഒരു വിശേഷം പോലെ? ആ, അതേടാ, വിദേശത്തുള്ള എൻ്റെ മോനും കുടുംബവും ഇന്ന് വരുവാ. അപ്പം അത് ഉഷാറായി. ഓർക്ക് അവിടെ ചെറുതായിട്ട് ഇറച്ചി തട്ടിയേ പഴക്കമുള്ളൂ. ഇത് പിഴുത്ത് ഇഷ്ടാവും. എന്നാ പിന്നെ അങ്ങനെ കൊടുത്തു വിട്ടേ. അല്ല ചാച്ചാ, അപ്പൊ മീൻ്റെ കാര്യമോ? നീ ഇല്ലാന്നല്ലേ പറഞ്ഞേ? അതേന്ന് ഇന്നില്ല, നാളെ വല്ല ആൽപ്പ കരിമിലെത്തുന്ന. എന്നാ പിന്നെ അതും ആയിക്കോട്ടെ. നന്നാക്കി കൊടുത്തു വിടണം. നോക്കണ്ട, പൊള്ളിക്കാനാട്ടോ. ഓ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. വറീലേ? ഓ, നീ അടുക്കളയിലുണ്ടല്ലോ അല്ലേ? ആ, കൂട്ടാനുള്ളത് ഒന്ന് നോക്കിക്കോണേ. അതെ, വെള്ളം തളിച്ച് തളിച്ച് വേവിക്കണോട്ടോ. പെരളനായിട്ട് മതി. ഓ, പച്ചക്ക വേണ്ടല്ലോ അല്ലേ? വേണ്ട വേണ്ട, അതും ഇത് നോക്കി ഒറ്റ പോത്തിന്റെ രുചി കളയണ്ട. ഇതെന്നതാണേ? പള്ളിയിൽ നിന്ന് നക്ഷത്രവും കൊടുക്കണുണ്ടോ? ഇത് ഇവിടെ ചാച്ച കെട്ടി നോക്കിയാണെന്നതാ. താഴെ കിടപ്പുണ്ടാവൂ. അതങ്ങനെയാണ്. നമ്മള് മനുഷ്യര് എന്തൊക്കെ പ്രതീക്ഷകളോടെയാ ഓരോന്ന് ഉയരങ്ങളിൽ പൊക്കിക്കെട്ടുന്നത്. പക്ഷേ അവയിൽ പലതും പ്രകൃതിയും പ്രപഞ്ചവും നിമിഷങ്ങൾക്കുള്ളിൽ തകർത്ത് കളയുന്നു. ഒരു നക്ഷത്രം വീണതിനാണോ ഈ ചാച്ചൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മൾ ഇങ്ങനെയൊക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നില്ല എന്നതാണ് കുഴപ്പം. വയനാട്ടിൽ ഈയിടെയുണ്ടായ മഹാദുരന്തം ഞാനീ പറഞ്ഞതിനൊക്കെ തെളിവല്ലേ? ഓ, ഇനി ഇത് കൊള്ളില്ല. ഇതെന്നതാ നീ ഇങ്ങനെ ഒക്കിക്കുത്തി നടക്കണേ? ഓ,
ഒന്നും പറയണ്ട. പള്ളിമുറ്റത്തുനിന്ന് ഇറങ്ങണ വഴിയില് കാലൊന്ന് തെറ്റിയതാ. ഭാഗ്യം വീണില്ല. അല്ല ചാച്ചാ, ലക്ഷ്മി ഇന്ന് വന്നില്ലേ? ഇല്ല. വീട്ടിലെ മറിയെക്കൊണ്ട് വിളിച്ച് ആട്ട വന്നപ്പം അതിൽ കയറി ഇന്ന് പോന്നു. കാല് മേലാണ്ട് നടക്കണ്ടാന്ന് കരുതി. അത് നന്നായി. പിള്ളേര് വരുമ്പോഴേക്കും എല്ലാം ഒന്ന് ശരിയാക്കി വെക്കണ്ടേ? ആ പിന്നെ ശീല പോയി വന്ന ഒരു ശർമാസിനും കുർബാനയ്ക്ക് കൂടുതലായിരുന്നു. കുറെ സുയാനിയിലായിരുന്നു. അതുകൊണ്ട് കുർബാന നേരത്തെ കഴിഞ്ഞു. ആ ചാച്ച ഇപ്പൊ എപ്പോഴാണ് വന്നേക്കണ കൊച്ചച്ഛനുണ്ടല്ലോ. ഓ, ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ എന്നാ തേജസ്സാന്ന് അറിയാമോ? അച്ഛൻ ഇന്ന് ഒത്തിരി പരിപാടി ഉണ്ടെന്നാ കേട്ടെ. എന്നാ പരിപാടിയാ? 2-3 വീട്ടാവശ്യം. അത് കഴിഞ്ഞ് ഒരു ശവടക്ക്. എന്നാ വീട്ടാവശ്യം കേട്ടെന്നാ? ചോറ് കൊടുത്താൽ കൂട്ടാൻ കൂട്ടും, ചായ കൊടുത്താൽ വെള്ളം കുടിക്കും. പിന്നെ അച്ഛാ, നമ്മുടെ പള്ളിയിൽ ഒരു കല്യാണം കിട്ടുന്നുണ്ട്. കല്യാണത്തെ കുറിച്ച് എനിക്കറിയണ്ട. അതെന്നാ? നിനക്കറിയാമേ? അങ്ങനെ ഒന്ന് നടത്താൻ നമ്മുടെ മോൻ നമുക്ക് അവസരം തന്നില്ലല്ലോ. അതെ, മരിച്ചടക്കാരുടെയാണ്. അത് നമ്മുടെ ആ തുണിക്കാരെ ആരാധനയുടെ. പഴുത്തിലകൾ വീഴുമ്പോ പക്ഷികൾ വിചാരിക്കും. ഈ ചാച്ചന് വേറെ ഒന്നും പറയാനില്ലേ? എന്തിനാണ് ഈ മരണത്തെ ഇങ്ങനെ പേടിക്കുന്നത്? അത് എല്ലാവരുടെയും ജീവിതത്തിനെ ഒഴിവാക്കാനാവാത്ത വലിയൊരു സത്യമല്ലേ? നമ്മുടെയൊക്കെ മരണം എപ്പോ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ആർക്കറിയാം? മതിയാക്ക്, നല്ലൊരു ദിവസമായിട്ട്. അങ്ങനെ എല്ലാവർക്കും എല്ലാ ദിവസവും നല്ലത് തന്നെയാണ് അവനവൻ തീരുമാനിക്കുന്നതിനനുസരിച്ച്. കുര്യന്മാരെ ലഭിച്ചെന്ന് എല്ലാ ദിവസവും നല്ലതായിരുന്നില്ലേ? അവരുടെ 2 മക്കളും അവരുടെ കുടുംബവും വിദേശത്ത്. ചേട്ടനും ചേച്ചിയും വലിയ തുക പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവർ. അവർക്ക് എന്നതായിരുന്നു ഒരു കുഴപ്പം? പക്ഷേ വളർത്തി വലുതാക്കി അപ്പൻ ചത്തു മുഴുവനിച്ചു കിടന്ന് 10-ാം ദിവസം നാട്ടുകാർ കണ്ടപ്പോഴല്ലേ അപ്പനെയല്ലേ ഭാര്യയും മക്കളും അറിയുന്നത്? മരണം ഒരുമിച്ചായിരിക്കേണ്ട ഭാര്യ മക്കളുടെയും പേരക്കുട്ടികളുടെയും സന്തോഷത്തെ പ്രതി അപ്പോ വിദേശത്തായിരുന്നില്ലേ? ആരെങ്കിലും ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഇടയ്ക്കിടെ ആരെങ്കിലും ഒന്ന് വിളിച്ചന്വേഷിച്ചു കൊണ്ടിരുന്നെങ്കിൽ. അത്രയൊക്കെ ഉള്ളൂ. ചാച്ച, എന്തിനാ ഇപ്പോ ഇങ്ങനെ ഓർക്കുന്നേ? ഈ തലമുറയിലെ മിക്ക പിള്ളേരും ഇങ്ങനെയാ. പഠിപ്പും 12ാം ക്ലാസ്സും കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വിദേശത്ത് പോകണം. ജോലിയായി കഴിയുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കണം. ആയിക്കോട്ടെ, പക്ഷേ ഇതൊക്കെ അവർക്കതുവരെ സംരക്ഷണമായിരുന്ന വാതിലുകളുടെ വിചാരികൾ ഇടയ്ക്ക് വച്ചിട്ട് വേണോടി എന്നാണ്. തോമസ് കുട്ടി ആണായിട്ടാണ് ഒന്നല്ലേ നമുക്കുള്ളൂ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു നമുക്ക് അവനെ കുറിച്ച്. അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടിയെന്നല്ലേ ഉള്ളൂ. കൊല്ലം 10-12 അവർക്കാണെങ്കിൽ 2 മക്കളുമായി. അങ്ങനെയൊന്നുമല്ല. മടത്തി പോകാൻ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് തന്നെ അവൾ പോയത്. അങ്ങനെയൊക്കെ കരുതി ആശ്വസിക്കാം. ഇനി അതിനല്ലേ കഴിയൂ. അതൊക്കെ പോട്ടെ. അവൻ തോമസൂട്ടി വിളിച്ചാർന്നോ? അവരിപ്പോ എവിടെ എത്തിയോ ആവോ? അവൻ ഒരിക്കലും എന്നെ വിളിക്കാറില്ലല്ലോ. അവൻ എപ്പോഴും വിളിക്കുന്നത് നിന്നെ തന്നെയല്ലേ? അതാരാന്ന് നോക്കിക്കേ. ആരാ പോലും ഞാനറിയില്ല. ആരാടാ? നീ കയറി പോയേ. ചേട്ടാ, ഇതാ ചേട്ടൻ പറഞ്ഞ ഇറച്ചി. അപ്പോ ഈ ഇറച്ചി? ചേച്ചി, ഇത് നല്ല സൂപ്പർ ആടിറച്ചിയാ. നല്ല ആട്ടുകുട്ടല്ലേ. എന്താ ചേട്ടാ, ചേട്ടന്റെ മോൻ? നീ പോകാൻ നോക്കൂ. പൈസയുടെ കാര്യമല്ലോ പറഞ്ഞു വിട്ടാർന്നോ? എത്രയാണെന്നാ പറഞ്ഞേ? ഇല്ല ചേട്ടാ, ദോശ പറഞ്ഞില്ല. അത് നിങ്ങൾ മാലിക്കുമാർ പറഞ്ഞാൽ മതി. ഞാൻ ഇറച്ചി നോക്കിയോ ചേട്ടാ. ഞാൻ പിന്നെ വരാം. എനിക്ക് മോശമെന്ന് പറഞ്ഞ് ഒരു ടീഷർട്ട് ചോദിക്കണം.
കൊച്ചിനെ ആശുപത്രി പോയതായിരുന്നു. അപ്പൊ അവന് എന്നാ പറ്റിയേ? ഒന്നും പറയണ്ട ചേച്ചി. ഇന്നലെ രാത്രി അയാൾ കുടിച്ചിട്ട് വീട്ടിൽ വന്നു. എന്നോട് പൈസ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. മുഴുവനും അവന് കൊടുത്താല് എന്റെ കൊച്ചിന്റെ കാര്യം. അയാൾ എന്നെ ഒത്തിരി തല്ലി. പിടിച്ചു മാറ്റാൻ വന്ന എന്റെ കൊച്ചിനെ അവൻ തല്ലി താഴെ ഇട്ടു. അവന്റെ കൈ ഒടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയിലാണ്. അപ്പൊ അവിടെ കൊച്ചിന്റെ കൂടെ ആരാ? അനിയത്തിനെ വിളിച്ചാക്കിട്ടാ പോന്നെ. അവക്കാണെങ്കിൽ ജോലിക്ക് പോകേണ്ടതുമാണ്. മടുത്തു ചേച്ചി. ചത്താ മതി. വേണ്ടാത്തത് പറയാതിരിക്കെ. അയാൾക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം. എന്നാ അയാൾ എന്നെ കൊല്ലും. അത്ര മാമന്റെ കൂട്ടുകെട്ട്. കേറി കിടക്കാൻ സ്വന്തമായൊരു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഞാൻ അവിടെ വിട്ട് ഇറങ്ങിയേനെ. ചേച്ചി, എനിക്കൊരു സഹായം ചെയ്യാമോ? കന്യാസ്ത്രീയോട് പറഞ്ഞ് അവരുടെ മരത്തിലെ അനാഥ മന്ദിരത്തില് എന്റെ കൊച്ചിനെ കൂടി ചേർക്കാമോ എന്ന് ചോദിക്കാമോ ചേച്ചി? മോള് സമാധാനപ്പെട്. നോക്കാം. അവള് കണ്ടേ നമുക്ക് ചോദിക്കാം. മോൾ അടുക്കളയിലോട്ട് ചെല്ല്. വഴിതേട്ടനുണ്ട് അവിടെ. അത്യാവശ്യം പണികൾ തീർത്ത് വെച്ചിട്ട് പൊക്കോ. ആ, കണ്ണാടി ഇപ്പുണ്ട് അവിടെ. ഇച്ചിരി ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചേരേട്ടോ. ഞാനെല്ലാം കേട്ടായിരുന്നു. അവിടെ പോകുമ്പോ ദേ ഇത് കൊടുത്തേക്ക്. ആശുപത്രിയിലെ ചെലവിനെന്ന് പറഞ്ഞാൽ മതി. ഒരേ ഓ അടുക്കളയിലെ കാര്യങ്ങൾ ആ ലക്ഷ്മിയെ ഒന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ഇച്ചിരി നേരത്തേക്ക് നീ ഒന്നിങ്ങ് വന്നേ. ഓ പോരുമ്പോ നമ്മുടെ ആ വലിയ കരിക്കത്തിയും കൂടി ഇനി കൊണ്ടുപോരേട്ടോ. പിള്ളേര് വരുമ്പോ സദ്യയായിട്ട് തന്നെ വിളമ്പാലോ. നല്ല കാര്യമായി പോയി. വിദേശത്തുനിന്ന് വരുന്നവരായിപ്പോ എന്നെ കഴിക്കാൻ പോണം. ആ വൈകേ അടുക്കളയിലെ കാര്യം എന്നാ? ഇപ്പൊ കൊണ്ടുവന്ന ആട്ടിറച്ചി മാത്രം ആവണം. അതും മപ്പാസാക്കല്ലേ? അങ്ങനെ മതി. എല്ലാം പരസ്പര വേണ്ട. ഈ കത്തി എന്തിനാ? അതേപോലെ നമുക്ക് ഇത്തിരി തൂശല വെട്ടണം. അതിപ്പോ എവിടെ നിന്നാ ഒന്ന്? നമ്മുടെ ഈ കേറി വരുന്ന വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കണമെന്ന് വെട്ട. അതൊക്കെ പണ്ടേ ഒന്ന് വലിച്ചു മാറ്റി കെട്ടേണ്ടതാകുന്നു. അത് ശരിയാണ്. നമ്മുടെയൊക്കെ നടപ്പുവഴിയിലേക്ക് ചതഞ്ഞ് യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വേണ്ടാത്തതിലേക്ക് ഒന്ന് വലിച്ചു മാറ്റി കിട്ടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ദോഷങ്ങൾ. ദേ തുടങ്ങി ചാച്ചിന്റെ ഒരു ന്യായപ്രമാണം. ന്യായപ്രമാണമെങ്കിൽ ന്യായപ്രമാണം. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ വസ്ത്രത്തിനും ശരീരത്തിനും പറ്റിയേക്കാവുന്ന കഥകൾ അത് ഒഴിവാക്കാനാ വലിച്ചു മാറ്റി കെട്ടണമെന്ന് പറയുന്നത്. ചേട്ടൻ പോയി ഇടപെട്ടുകൊണ്ട് വാ. പിള്ളേർക്ക് സദ്യ വിളമ്പാനാണ്. എനിക്കറിയാൻ വേണം അവരെത് കഴിക്കുമോന്ന്. വേറെ ആരും കഴിച്ചില്ലേലും തോമസ് ഒറ്റകളും കഴിക്കും. അതെനിക്ക് ഉറപ്പാണ്. അതെന്നാണ് പറയുന്നത്? നിനക്ക് ഇത്ര ഉറപ്പ്? നിങ്ങൾ മറന്നു പോയിട്ടാ. മോൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ കുന്നുകയറാനെല്ലാം പറഞ്ഞ് ബാവും കൊടയും ഒക്കെ ചുമന്നുകൊണ്ട് പോയിരുന്ന ആരാ? ഈ ഞാനല്ലേ? അവനന്ന് ഇലപ്പൊതിച്ചോറായിരുന്നു ഇഷ്ടം. അത് എന്നാ വാട്ടിയ വാടകയിൽ പോയിട്ട് ചോറിനും അതിനകത്ത് വെച്ചിരിക്കുന്ന മുട്ടയപ്പത്തിന് ഒരു പ്രത്യേക മണവും രുചിയുമാണ് മോൻ പറയാറ്. അതെനിക്കും അറിയായിരുന്നു. ഒരു ഇല വെട്ടി ഒന്ന് കഴുകി തുടച്ചു വെക്കണം. പിന്നെ നമ്മുടെ പറമ്പിൽ പഴുക്കാൻ പാകമായ കൊല വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം, ഇടത്തര ഒരെണ്ണം വെട്ടി പുഴയ്ക്ക് വെട്ടിട്ടുണ്ടാകുന്നു. ഇന്നോ നാളെയോ പഴുത്ത് കിട്ടും.
അപ്പോ അവനെ കുറിച്ച് ഞങ്ങളെക്കാളും അത് പിന്നെ എനിക്കറിയാമല്ലേ ചേച്ചി കൊച്ചിന്റെ വിശദാംശങ്ങൾ. അപ്പോ ഞാൻ പോയി ഇല വെട്ടിക്കൊണ്ട് വയ്ക്കട്ടെ. അടുക്കളയിലെ കാര്യങ്ങള് നീ അങ്ങോട്ടൊന്ന് ചെല്ലണം. അതൊക്കെ ആയിക്കോളും. പിന്നെ പിള്ളേർക്ക് ഇടനേരത്ത് കുടിക്കാനും കുടിക്കാനും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടടി. കോള, പാക്കറ്റ് ജ്യൂസ്, പിന്നെ ഈ പിള്ളേര് പറയുന്ന ഏതാണ്ട് ഒരു കൂതറാണ്ടം ഉണ്ടല്ലോ, കാൻറ്റീൻ, എല്ലാം ഉണ്ട്. നീ എന്നെ കുറിച്ച് എന്നാ കരുതിയേ? അവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എവിടം വരെ എത്തിയോ ആവും. നീ ഒന്ന് ചുമ്മാതെ ഇരിയടി എന്റെ ഭാര്യയെ. അവർ വരുമ്പോ വരട്ടടി. ഒരു ദൂരയാത്രയല്ലേ, നീ ക്ഷമിക്കേ. എന്നാ പിന്നെ ചാച്ചൻ വാ, വന്ന് ചോറുണ്ട്. ഇപ്പൊ തന്നെ ഒത്തിരി നേരായില്ലേ? ചാച്ചൻ സമയത്ത് ഗുളിക കഴിക്കാനുള്ളതല്ലേ? ഒരു നേരം താമസിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ച്, ഗുളിക തിന്നില്ലെന്ന് വിചാരിച്ച് ചത്തൊന്നും പോവുകയല്ല. ആ അതിനൊന്നും ന്യായീകരണം. എന്നാ ഇഷ്ടപോലെ ആയിക്കോ. അങ്ങനെയല്ല അന്നാമേ. അവര് മൊത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി ലേഡി. അതുകൊണ്ടാ. ഓക്കെ, താങ്ക് യു സാർ. ആവശ്യമാണ് ഞങ്ങളുടെ നമ്പർ വിളിക്കാം കേട്ടോ. താങ്ക് യു സാർ. അത് അവര് വന്ന നാറാ. ലക്ഷ്മിയെ, അവര് വന്നോട്ടോ. ആ കുടിക്കാനുള്ളത്. പിന്നെ ചാച്ച, നിങ്ങൾ മുഖം വെറുപ്പിച്ച് നിൽക്കാതെ അവര് വരുമ്പോ വീണ്ടും പറയുകയൊക്കെ ചെയ്യോട്ടോ. ഇവിടെ നല്ലൊരു ചവിട്ടി വാങ്ങിച്ചിട്ടൂടെ നിങ്ങൾക്ക്? ഇതെന്നാടാ താമസിച്ചു പോയോ? ഫ്ലൈറ്റ് ഡിലേ ആയി. പണ്ടേ കണ്ടം ചെയ്യില്ല ടാപ്പ് വണ്ടികളാണ് ഏറെക്കുള്ളത്. വണ്ടിയോ? അവർക്കുള്ളത് വിമാനം, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. ലക്ഷ്മിയെ, ആ കുടിക്കാനുള്ളത് എടുത്തോട്ടോ. അവളും പിള്ളേരും എന്ത് ചെയ്യണം? പോകുന്നില്ല, അവൾക്ക് ലീവ് കിട്ടില്ല എന്ന്. അവളെ കൂടാതെ പിള്ളേർ പോന്നാൽ ഫുഡ്, ക്ലൈമറ്റ്, അവർക്കൂടെ ഒന്നും സെറ്റാവില്ല, ഒന്നും ബ്ലെൻഡ് ആവില്ല. എന്നാലും അവര് വരാത്തത് കഷ്ടമായി പോയി. ഇതെന്നതാ ഇത്? എനിക്ക് വേണ്ട. മധുരവും തണുപ്പും ഒന്നുമില്ല. ഫ്രിഡ്ജിലായിരുന്നേ, പക്ഷെ കറണ്ടില്ലായിരുന്നല്ലോ. ഇന്നലെ ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അന്നേരം പോയതാ. ആട്ടെ, നിനക്ക് വേറെ രകയിലൊന്നുമില്ലേ? ഉണ്ട്, അതെടുത്ത് അകത്തേക്ക് വെക്കാൻ അവിടെ നിന്ന് അവർ കളവനോട് പറഞ്ഞിട്ടുണ്ട്. കിളവനോ? അതാരാ? അതാരാന്ന് എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്കല്ലേ അറിയൂ. പറയില്ലേ, പോകല്ലേ, നീ അവിടെ നിൽക്ക്. ഇതാണോടാ നീ പറഞ്ഞ ആ കിളവൻ? ചുക്കിച്ചുളിഞ്ഞ ശരീരവും നരയും ബാധിച്ച ഈ മനുഷ്യൻ അല്ലാതെ യുവ കോമരനൊന്നും അല്ലല്ലോ. അല്ലായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു കാലം ഇവനുണ്ടായിരുന്നു. തോമസുകുട്ടി, നീ നിന്റെ നിലപാടാണ് സംസാരിക്കുന്നത്. ഈ നിൽക്കുന്ന മനുഷ്യനെ നിനക്കറിയില്ല എന്ന് നീ പറഞ്ഞത് ബോധപൂർവമോ അല്ലാതെയോ എന്ന് എനിക്കറിയണ്ട. പക്ഷേ ഒന്ന് നീ അറിയണം, നിനക്കും നിന്റെ പെങ്ങൾക്ക് മുമ്പിൽ ആനയാവാനും കുരങ്ങനാവാനും നിങ്ങളുടെ കുട്ടിക്കാലത്ത് കൂട്ടായി നിങ്ങൾക്കൊരു അങ്കിൾ ഉണ്ടായിരുന്നു. നിങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ കുന്നുംപുറത്തേക്ക് ബാഗുമായി കയറാൻ പറ്റില്ല എന്ന് നിങ്ങൾ ശാഠ്യം പിടിച്ചപ്പോ ബാഗും കുടയും ഒക്കെ ചുവന്നുകൊണ്ട് കൂടെ പോരാനും കൂട്ടിക്കൊണ്ടുവരാനും കൂട്ടായിട്ട് നിങ്ങൾക്കൊരു അങ്കിൾ ഉണ്ടായിരുന്നു. വഴിയിലെങ്ങാനും ഒരു ഓന്തിനെ കണ്ട, അല്ല ഓന്തുണ്ടെന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന നിന്റെ കുട്ടിക്കാലത്ത് നിന്നെ തോളിൽ ചുമന്ന് നടന്നിരുന്ന ഒരു അങ്കിൾ നിനക്കുണ്ടായിരുന്നു. ഈ വീട്ടിലെ തുണികളെല്ലാം കയ്യിലിറക്കി തേച്ച് മടക്കി വെച്ചിരുന്ന ഇയാളെ നാട്ടുകാർ പുച്ഛിച്ച് വിളിച്ചത് വേറൊന്നായിരുന്നു. തൻ്റെതായ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ച് കൗമാരം മുതൽ ദാ ഇപ്പോൾ ഇതുവരെ എല്ലാം സഹിച്ച് തൻ്റെ ചോരയും നീരും നൽകിയ അധ്വാനം അത്രയും
ഈ കുടുംബത്തിന് വേണ്ടിയായിരുന്നു മോനെ തോമസ് കുട്ടി. ഇതൊക്കെ മറന്നു പോകുന്നത് നന്ദികളാണ്. നടന്നു പോന്ന വഴികളും ചവിട്ടിക്കയറിയ പടികളും മറക്കുന്നത് ദൈവനിന്ദയാണ്, അപരാധമാണ്. ചാച്ച മതി, കുറെ കാലത്തിന് ശേഷം വന്ന കൊച്ചല്ലേ, അതും ഇതും പറഞ്ഞ് കൊച്ചിന്റെ മനസ്സ് മനസ്സും മനസാക്ഷിയും ആർക്ക്? ഇവനോ? ഇവനത് മണ്ണാങ്കട്ടയാ. അങ്ങനെ ഒരു നല്ല മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ആശ്വാസമാകാൻ വേണ്ടി വെയിലേക്ക് തളർന്നു നിൽക്കുന്ന ഈ തളർമരത്തെ തന്നെ ഇവൻ. ചാച്ച മതിയാക്ക്, നിർത്ത്. ചാച്ചനെ ഒന്നും പറയണ്ട. വൈദ്യയുടെ അടുത്തേക്ക് ലക്ഷ്മിയോട് ഭക്ഷണം എടുത്തു വെക്കാൻ പറ. ഇല്ലേ, ഇതിപ്പോ പറഞ്ഞില്ലല്ലോ, ഒരു പക്ഷേ പിന്നീട് എനിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. തോമസ് കുട്ടി, മോൻ പോയി ഇതൊക്കെയൊന്ന് മാറി വെച്ചു വാ. അകത്ത് മുമ്പി ഇട്ടിട്ടുണ്ട്, വേഗം പോയി വെച്ചു വാ. നേരം ഒരുപാടായി, ഞങ്ങളാരും ഇതുവരെ ഉണ്ടില്ല. നമുക്ക് ഒരുമിച്ചിരിക്കാലോ? എനിക്ക് വേണ്ട. അതെന്നാ, ചാച്ചൻ അത്രയും പറഞ്ഞോണ്ടാണോ? വൈദ്യേട്ടനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാ ചാച്ചൻ അത് സഹിക്കില്ല. അതുകൊണ്ടല്ല, സമയത്ത് ഭക്ഷണം കഴിച്ചില്ലേ പിന്നെ എനിക്കൊന്നും ശരിയാകത്തില്ല. അതുകൊണ്ട് പോരും വഴി ഞാൻ വഴിയിൽ നിന്ന് കഴിച്ചു. എനിക്കൊന്ന് ഉറങ്ങണം. ചാച്ച, അവനൊന്നും വേണ്ടാന്ന്. ഞാൻ കേട്ടു. അല്ലാമേ, ഒരുക്കി വെച്ചതൊന്നും തിരിച്ചെടുത്ത് വെക്കണ്ട. ഞാൻ കഴിക്കാൻ വരുവാ. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. അവനിത് എന്നതാ പറ്റിയേ? അവൻ എന്നെ ഇങ്ങനെ? മക്കളെ വളർത്തി വലുതാക്കി നല്ല നിലയിൽ എത്തിച്ചാൽ പിന്നെ നമ്മള് അപ്പനമ്മമാര് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അതാണടി ഈ പുതിയ ലോകത്തിന്റെ പാഠം. വേദപുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോ വിളിക്കപ്പെടാതിരുന്നവരെ ക്ഷണിച്ചു വരുത്തി കൂടെ ഇരുത്തി വിരുന്ന് നൽകിയ ഒരു വീട്ടുകാരന്റെ കഥ. കഴിക്കാനുള്ള എന്താന്ന് വെച്ചാൽ എലിയോ പാത്രത്തിലോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് വിട്ടു വ്യക്തി 2 അല്ല 3 അല്ല 4 പേർക്ക്. അവൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞേ? പിന്നെ ആർക്കാ? അവരെ കൂടി വിളിക്കുക, വൈദ്യനെയും ലക്ഷ്മിയെയും. അല്ലെങ്കിൽ അമ്മയെ നമ്മൾ ഒറ്റയ്ക്കായി പോകില്ലേ? നീയാണോ ഈ നേരത്ത് ഇത് എന്നാ ഉറക്കമാ? ആരെയും കയറി എന്നതേലും എടുത്തോണ്ട് പോയാ പോലും അറിയത്തില്ലല്ലോ. ഇന്നലത്തെ ഉറക്കം ശരിയായില്ല മോളെ, അതാ. അതെന്നാ, കുർമാസംഗത്തെ പേടിച്ച് ചാച്ചൻ ഉറങ്ങാതിരിക്കുവായിരുന്നോ? ഓ പിന്നെ എനിക്കൊരു കുറവേ വരാനെ ഒന്നും നീ പേടിയില്ല. ആ മോളെ, നീയാണോ? ഇതെന്നാ ഒന്നും വിളിക്കാതെ പറയാതെ? അതെന്നാ, എനിക്ക് എന്റെ വീട്ടിലേക്ക് വിളിക്കാതെ വന്നുകൂടെ? കർത്താവിനെ കെട്ടിച്ചു കൊടുത്തെങ്കിലും എനിക്ക് ഇത് എന്റെ വീട് തന്നെയാണ്. എവിടെ എന്റെ ചേട്ടൻ? നേരിട്ട് കണ്ടാലെങ്കിലും ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. എവിടെ ചാച്ചൻ? എവിടെ പോവാ? നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കേ, എനിക്ക് ആ കവല വരെ ഒന്ന് പോകണം. പെട്ടെന്ന് വന്നേക്കാം. എന്താ അമ്മേ, ചാച്ചനൊരു മൂടൗട്ട് പോലെ? അതൊന്നും പറയണ്ട എന്റെ മോളെ. അവരെല്ലാരും കൂടെ വരുമെന്നും പറഞ്ഞ് ചാച്ചൻ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങി ഒരുക്കുമായിരുന്നു. വലിയ സന്തോഷമായിരുന്നു. പക്ഷേ നാത്തൂരും പിള്ളേരും പോകുന്നില്ല അല്ലേ? ഇല്ല, അവൻ എന്തൊക്കെയോ മാറ്റം. അവനിപ്പോ പഴയതുപോലൊന്നും അല്ല മോളെ. ഞങ്ങൾക്ക് വലിയ വിഷമാ. അതൊക്കെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എവിടെ? ഞാൻ ചോദിക്കാലോ എന്റെ ചേട്ടനോട്. അവൻ വന്നു.
ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ മുറി കയറി വാതിലടച്ചിരിപ്പ. ദേ ഇപ്പോ കുറച്ചു മുമ്പേ ആരാണ്ടെ കാണാനാന്നും പറഞ്ഞ് ഇറങ്ങി പോയേച്ച് വന്ന് അകത്തിരിപ്പുണ്ട് മോളെ. മോളെ അവന് ശരിക്കും എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ആ പ്രശ്നം കാരണം നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള വിഷമം കൊണ്ടായിരിക്കും. അങ്ങനെയല്ല മോളെ, എനിക്കെന്തോ പേടിയാവുന്നു. ആട്ടെ, മോൾ വല്ലതും കഴിച്ചോ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഇവിടെ അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാലോ എന്ന് കരുതിയിട്ട് മഠത്തിന് ഫീസ്റ്റ് പോലും വേണ്ടാന്ന് വെച്ചിട്ട് വന്നപ്പം എന്നതാ ഉള്ളത് കഴിക്കാൻ? എന്നത്തെ പോലെ കോവയ്ക്കയും മാവയ്ക്കയും അല്ലല്ലോ അല്ലേ? അതിന് നീ എന്ന് വന്നാലും നിനക്ക് നോമ്പല്ലായിരുന്നോ? എല്ലാം ഉണ്ട് മോളെ. ഇവിടെ ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെ കഴിച്ച തീരില്ലാത്തതുകൊണ്ട് കുറച്ചധികം ലക്ഷ്മിക്ക് കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസവും അവിടെ തല്ലും ബഹളും ഒക്കെ ആകുമോന്ന്. അവളുടെ കൊച്ചിപ്പം കൈയൊടിഞ്ഞ് ആശുപത്രിയിലാണ്. അവളൊരു കാര്യം എന്നോട് ചോദിക്കാൻ പറഞ്ഞായിരുന്നു. ആ കൊച്ചിനെ കൂടെ നിങ്ങളുടെ മഠത്തിലെ അനാഥാലയത്തിലൊന്ന് ആക്കുമെന്ന്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് വിശക്കുന്നുണ്ട്. വേഗം ഫുഡ് എടുത്ത് വെച്ചേ. എന്നതാണ് സ്പെഷ്യല്? നീ വാ മോളെ, എന്നെ വേണേലും ഉണ്ട്. അതെ, ഇത് ഞാനാ തോമസ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. യെസ് കണ്ടോളാം. സാറിന് വേറെ കണ്ടോളാം നീ. യെസ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓ അതെയോ, വെരി ഗുഡ്. പറയേ. അതെ, പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഏകദേശം 300 മീറ്റർ മുന്നോട്ട് നീല പെയിന്റടിച്ച വീടാ. എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ചേട്ടായി ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പോഴാ വന്നേ? ഞാൻ കഴിക്കാൻ തുടങ്ങുവായിരുന്നു. അപ്പോഴാ ചേട്ടായിയുടെ ശബ്ദം കേട്ടെ. ഇച്ചിരി നേരമായി. പിന്നെ നിന്റെ വക്കീൽ പണിയൊക്കെ എങ്ങനെ? ഓ പിന്നെ മഠത്തിലെ ഓർഫനേജിലെയും കേസ് നടത്താൻ വേണ്ടി പഠിച്ചതല്ലേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഓർഫനേജിലെ പിള്ളേരുടെ കൂടെയാണ്. അത് സത്യമാണ്. വിശ്വാസികൾക്കും വേണ്ടിയാന്ന് പറഞ്ഞ് പള്ളിയിലച്ചന്മാർക്കും മെത്രാന്മാർക്കും കേസ് നടത്തലല്ലേ ഇപ്പൊ പണി. ഇതെന്നാ വർത്താന ചേട്ടായി പറയണേ? പൗരോഹിത്യത്തെ നിന്ദിക്കരുത് കേട്ടോ, ശാപം കിട്ടും. മുമ്പ് പള്ളി ഇപ്പൊ വിവരം വെച്ചപ്പോഴല്ലേ മനസ്സിലാവുന്നേ അതൊക്കെ വെറും തട്ടിപ്പായിരുന്നു എന്ന്. അതെന്നാ ചേട്ടായി അങ്ങനെ പറയണേ? ചേട്ടായിയുടെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്താന്ന് അന്ന് എല്ലാവരും പറഞ്ഞതല്ലേ? അതങ്ങനെയാ, ഓരോരുത്തർക്കും സ്വന്തം കാര്യം വരുമ്പോഴല്ലേ അറിയൂ അവരുടെയൊക്കെ തനിനിറം. ചേട്ടായി എന്താ ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നീ പോയി ക്രിസ്ത്യാനികളെ നന്നാക്കാൻ നോക്ക്, ഇങ്ങോട്ട് വേണ്ട. അതെന്നാ ചേട്ടായി ക്രിസ്ത്യാനിയല്ലേ? ഇപ്പോ അല്ലാന്ന് തന്നെയാണ് കൂട്ടിക്കോ. നീ എന്നാ വർത്തമാനമാണ് പറയുന്നേ? ദൈവദോഷം പറയുന്നു. വായിത്തൊന്നൊക്കെ വിളിച്ചു പറയാ. മോനെ, വന്നിച്ചില്ലേലും പിന്നിക്കരുത്. മറ്റുള്ളവരെ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. ഒരു മതം മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. ആരാ അത്? ഇങ്ങ് കേറി പോലെ. ആരാ? എന്നാ പോലും? മേനോൻ സാറിന്റെ ആദായത്ത ഓഫീസിൽ ഈ സാറ് പറഞ്ഞ എഴുതിപ്പിച്ച പ്രമാണങ്ങൾ. ഇതെന്നാ ചേട്ടായി? ഇതെന്നാ എഴുതിയതാ? ചാച്ചനറിയാതെ എന്നാ എഴുതാനാണ്? നീ എന്നാ വസ്തുവെടുത്ത് മേടിക്കണുണ്ടോ? മേടിക്കാനല്ല, എഴുതിയെടുക്കാനാ. വയസ്സാം കാലത്ത് എല്ലാവർക്കും വലിയ പട്ടിയും പുണ്യം മൂത്തിട്ടേ വല്ല പള്ളിക്കാർക്കോ കന്യാസ്ത്രീ മഠത്തിനോ എഴുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു മുൻകരുതൽ എടുക്കുന്നതാ. എനിക്ക് അവകാശപ്പെട്ടതെല്ലാം എന്റെ പേരിലേക്ക് അങ്ങ് മാറ്റാനാ. ആ ഡോക്യുമെന്റ് തന്നേക്കോ, നിങ്ങൾ പോകോ. ഞാനിതൊക്കെ ചെക്ക് ചെയ്തിട്ട് വിളിച്ചോളാം. പറഞ്ഞാൽ മതി. ഓ, നിനക്ക് എന്നതാടാ? അവളെ കെട്ടിയതോടെ നിന്റെ വെളിവ് നഷ്ടപ്പെട്ടോ? വെളിവ് നഷ്ടപ്പെട്ടതേ എനിക്കല്ല, നിങ്ങൾക്കാണ്. എല്ലാരെയും സോപ്പിട്ട് എനിക്ക് അവകാശപ്പെട്ട മുതൽ എഴുതി വാങ്ങാനല്ലേ മഠത്തിൽ താമസിക്കേണ്ട ഇവള്
ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണേ? നിർത്തല നിന്റെ ഒരു അധിക പ്രസംഗം. ഞാൻ ഇവിടെ വരുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പോയേക്കാം. ചാച്ചനും അമ്മച്ചിക്കും എന്നെ കാണണമെന്ന് തോന്നിയ അങ്ങ് മഠത്തിലോട്ട് വന്നാ മതി. നീ എവിടെ പോവാ? അവിടെ നിൽക്കുക. ഇതിപ്പോ എന്റെ കൂടി വീടാണ്. ഇവിടെ ആരാ വരണ്ടേ നിൽക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. എവിടെയോ കണ്ട ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയപ്പോ ഞങ്ങൾ എടുത്തു. അതിൽ എന്നതാണ് ഒരു തെറ്റ്? ഒരു പേരും ഭാഷ അറിയാത്ത അവള് നിന്റെ ജീവിതം നശിപ്പിക്കുമെന്ന് അറിയാമായിരുന്നതുകൊണ്ടാണ് ഞങ്ങളെ എതിർത്തത്. എന്നിട്ടും നീ എന്താ ചെയ്തത്? നീ അവളെ രജിസ്റ്റർ വിവാഹം ചെയ്തു, നാട് കിട്ടും. എന്നിട്ടിപ്പോ കവലെ ചെന്നപ്പോഴാ എല്ലാം അറിയുന്നേ. ഇവന്റെ ജോലി കൂലിയൊക്കെ പോയടി. ഇവനെ വിട്ടച്ച് അവളും പിള്ളേരും അവരുടെ പാട്ടിന് പോയി. എല്ലാം തുലച്ച് നശിപ്പിച്ചിട്ട് ഇപ്പൊ വന്നിരിക്കുക. അപ്പന്റെ സ്വത്തെഴുതി വാങ്ങിക്കാൻ. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ മോനെ? ചേട്ടായിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് ഇതുവരെ ഞങ്ങളോട് ആരോടും പറയാതിരുന്നത് എന്നാ? ഇത്രയും കാലം നീ ഞങ്ങളെയെല്ലാം വഞ്ചിക്കുകയാണല്ലേ? എന്തിനാ മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ? അവന് നമ്മളെ ഒന്നും വേണ്ടടി. അങ്ങനെ വേണമായിരുന്നെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളോടൊരു വാക്കെങ്കിലും പറയില്ലായിരുന്നോ? ഇവന്റെ മനസ്സിൽ നമ്മളൊന്നും ഇല്ലമ്മേ. ഇവൻ ആവശ്യം വേറെ പലരും വേറെ പലതുമാണ്. വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. എനിക്ക് അവകാശപ്പെട്ടതേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. മാതാവേ, കൊടുത്തതിന്റെ ഒരു പങ്കെങ്കിലും സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ വെറുതെ എന്റെ കർത്താവേ, എന്റെ മാതാവേ. ചാച്ചാ, നമ്മൾ ഇനി എന്നാ ചെയ്യണ്ടേ? നമുക്ക് എങ്ങനെയെങ്കിലും ചേട്ടായിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കിക്കാൻ? അഹങ്കാരവും നിങ്ങളവും ഉള്ളവനോട് എന്നാ പറയാൻ? ഓരോ തവണയും അവൻ വിളിക്കുമ്പോ ഒരിക്കലെങ്കിലും അവൻ എന്നെ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുമെന്ന് കൊതിച്ചു. പക്ഷേ ഒരിക്കൽ പോലും കാണാൻ കൊതിച്ചുണ്ടാകാൻ ഞങ്ങളുടെ പൊന്നുപോലായിരുന്നില്ലേ മോളെ അവന്? ഞങ്ങള് അപ്പനമ്മമാര് ഞങ്ങൾ കൊതിക്കുന്നത് എന്തിനാണെന്നറിയാമോ? തന്റെ മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹമുള്ള ഒരു വിളിയും വർത്തമാനവും അതൊന്നും അവരെനിക്ക് തന്നില്ല മോളെ. ആശുപത്രിയിലെ കൊച്ചിന്റെ അടുത്ത് പോകണം. ചേച്ചി, ഞാൻ പൊക്കോട്ടെ? ചേച്ചി, ഞാൻ പോവാട്ടോ. ചേച്ചി, ചേച്ചി, സിസ്റ്ററെ, ചേച്ചി, ചാച്ചാ, അമ്മേ, 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 ചാച്ചാ, അമ്മ പോയി. ഞാൻ പോവാ. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. അതിന്റെ ആവശ്യമുണ്ടോ? ഇവള് മഠത്തിലേക്ക് തിരിച്ചു പോകും. പിന്നെ ഞാനിവിടെ. ചാച്ചൻ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ലല്ലോ, വടീതങ്ങളില്ലേ. എനിക്ക് പോയേ പറ്റൂ. ആ, അപ്പൊ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. ചേട്ടായി ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ കരുതിയില്ല. മക്കൾ പിണങ്ങിയാണ്. അതൊന്നും ഈ വയസ്സാം കാലത്ത് താങ്ങാനൊക്കത്തില്ല മോളെ. ചാച്ചാ, ഞാൻ എന്നാ ചെയ്യണ്ടേ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല മോളെ.
അവളുടെ ഭർത്താവെന്ന് പറയുന്നവൻ ഒരു ഭക്ഷണനാണ്. അത് വേണ്ട, ഒരേ ഉണ്ടല്ലോ, അത് മതി. ജീവിത അവസാനം വരെ ഒരുമിച്ചായിരിക്കാൻ വേണ്ടി കൂട്ടിച്ചേർക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് ആദ്യം പോകേണ്ടി വരും. അപ്പോ മറ്റേയാൾ ഒറ്റയ്ക്കാവേണ്ടത് ദൈവിക പദ്ധതിയാണ്. സിസ്റ്റർ പോവാനോ? അങ്കിളിനെ സിസ്റ്റർ എന്ന് വിളിക്കണോ? വേണം. നിരുപായപ്പെട്ടവരെ മറ്റുള്ളവർ പേരെടുത്ത് വിളിക്കാൻ പാടില്ല. ഓ, എന്നാ പിന്നെ അങ്ങനെ. ഫോണിന് മുമ്പ് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഓ, ആയിക്കോട്ടെ. ഒരേ ഒന്നവിടെ നിന്നേ, എനിക്ക് മോളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒരേ നീ കൂടെ കേൾക്കണം. എന്നതാ ചാച്ചാ? എനിക്ക് പിതൃസ്വത്തായി കിട്ടിയതും ഞങ്ങൾ സമ്പാദിച്ചതുമായ സ്വത്തുക്കളിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം നിന്റെ ചേട്ടായിയുടെ ആഗ്രഹത്തിനനുസരിച്ച് എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് വച്ചിട്ടുണ്ട്. ഒരേ അവൻ എപ്പോഴെങ്കിലും വന്ന് ആ രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറയണം. അതിന് ഞാൻ ചാച്ചന്റെ കൂടെ തന്നെയല്ലേ, ചാച്ചൻ പറഞ്ഞാ മതി. ആ മോളെ, ബാക്കിയുള്ള ആ ഒരു നമ്പർ വസ്തു അത് ഞങ്ങളുടെ സ്വകാര്യ സമ്പാദ്യമാണ്. അത് നിങ്ങളുടെ മനസ്സിലെടുത്ത ഒരു 4 ഏക്കർ വരും. അത് എനിക്കിനി ആവശ്യമില്ല. 2 പുരയിടമായിട്ടാണ്. ഒന്നിൽ സാമാന്യം നല്ലൊരു വീടുണ്ട്. അത് എൻ്റെ കാലശേഷം കേട്ടോ പറയില്ലേ, അത് നിനക്കുള്ളതാണ്. ചാച്ചാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നതാ? എനിക്കൊരു ജീവിതം തന്നത് ചാച്ചന. അതുകൊണ്ട് ഞാൻ ചാച്ചനെ വിട്ട് പോവില്ല, മരണം വരെ. എനിക്ക് പോവുകയും സ്വത്തും ഒന്നും വേണ്ട. അപ്പൊ പിന്നെ അത് ചാച്ചാ, അത് നമുക്ക് ലക്ഷ്മിക്ക് കൊടുത്താലോ? അവൾക്ക് അടുത്ത ഒരു തലമുറയുണ്ടല്ലോ. അപ്പോ അത് മോള് പറഞ്ഞതുപോലെ കേട്ടോ പറയലേ, അത് ലക്ഷ്മിക്കായിക്കോട്ടെ. അത് നന്നായി, അതാ വേണ്ടേ. ആ ബാക്കിയുടെ കാര്യം അത് നിങ്ങളുടെ മഠത്തിന് ചേർന്നുള്ളതാണ്. അതെ, നിങ്ങളുടെ അനാഥാലയത്തിലെ കുട്ടികളുടെ കാര്യത്തിനായിട്ട് ഞാനങ്ങ് എഴുതി വെച്ചോ. ചാച്ചന്റെ ഈ വലിയ മനസ്സ് ചേട്ടായിക്ക് കിട്ടാതെ പോയല്ലോ കർത്താവേ. മോളെ, കൂടെ പിറന്നാലും കൂട്ടത്തിൽ വളർന്നാലും ചിലർക്ക് ഗുരുത്തം കിട്ടിക്കൊള്ളണമെന്നില്ല. സ്നേഹം നമുക്കത് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ മോളെ. ശരിയാ ചാച്ചാ, സ്നേഹം അത് നമുക്ക് കൊടുക്കാനേ പറ്റൂ. ഞാനെല്ലാം സുപ്പീരിയർ അമ്മയോട് പറയാം. മോളെ, എന്നതാ ചാച്ചാ? മോള് എന്റെ ഒരു ആഗ്രഹം കൂടി സാധിച്ചു തരണം. എന്നതാ ചാച്ചാ? നിങ്ങളുടെ വൃദ്ധസദനത്തിൽ എനിക്കും കൂടി, അല്ല എനിക്കും അറിയാനും കൂടി ഓരോ കട്ടിൽ തരുമോ മോളെ? അവളില്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്കായി പോയതുപോലെ. അച്ഛനെന്നാ എപ്പോഴും ഇങ്ങനെ ഈ മുറിയിൽ തന്നെ? ഓ ചുമ്മാ. അമ്മച്ചി മരിച്ച സങ്കടം മാറിയില്ല അല്ലേ? അതങ്ങനെ പെട്ടെന്ന് മാറുന്നതല്ലോ മോളെ. ചാച്ചാ, ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ് ചാച്ചാ. ഗുഡ് ഈവനിങ്. ഇത് നമ്മുടെ ഗേറ്റിലുള്ള ബോക്സിന്ന് കിട്ടിയതാ. ഗുഡ്. താങ്ക് യു സിസ്റ്റർ. ആ കണ്ണാ, മോൻ ചെന്ന അമ്മയോടും അപ്പാപ്പനോടും ഒന്നിങ്ങോട്ട് വരാൻ പറ. ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കേ. ലക്ഷ്മിയുടെ മോന ചാച്ചാ, മിടുക്കനാ. അവരിവിടെ അഭയാർത്ഥികളായി വന്നതാ. അതെന്നെ അങ്ങനെ? നമ്മൾ അവർക്ക് ദാനമായി കൊടുത്ത വീടും പറമ്പും ഒക്കെ അവരവിടെ താമസിച്ചിരുന്നതാ.
ലക്ഷ്മിയുടെ ഭർത്താവ് ശിവരാമൻ അവൻ ഭർത്താവൊന്നുമല്ലായിരുന്നോ? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ഒരു കൊലപാതക കേസിൽ മുഖ്യപ്രതിയാണ്. സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി കുറ്റമേറ്റു പറഞ്ഞു. ജയിലുമായി വെളിയിൽ വരുന്നത് പ്രയാസമാണ്. പക്ഷേ ലക്ഷ്മിക്ക് മോനും അവിടെ ആ വീട്ടിൽ താമസിക്കാമായിരുന്നില്ലേ? അതെങ്ങനെയാ? ആ ശിവരാമന്റെ കൂട്ടുകാരുടെ ശല്യം കാരണം അവൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാതായി. അപ്പോഴാ ഇവിടെ അഭയം തേടിയത്. അപ്പോ ആ വീടിപ്പോ നമ്മൾ ഇടപെട്ട് ഒരു പോലീസുകാരനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ഒരു കണക്കിന് അത് നന്നായി. ആ വരുമാനം കൊണ്ട് കൊച്ചിന്റെ വിദ്യാഭ്യാസവും അവളുടെ കാര്യങ്ങളും നടക്കണേ. സിസ്റ്ററേ, ആ നീ കേറി പോരെ. ഞങ്ങളെ വിളിപ്പിച്ചത്? പറയാം. നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ തോട്ടത്തിലുണ്ടായിരുന്നു. ആ ചേട്ടായി വാ, വാ, നീ കേറി പോരെ. ആ നീയാണോ? അപ്പോ നീ പോയില്ലായിരുന്നോ? ഇല്ല, എനിക്കിനി പോകാൻ സ്ഥലമില്ല. എനിക്കിനി നിങ്ങളേ ഉള്ളൂ. നീ ചോദിച്ചതെല്ലാം നിന്റെ പേർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നീ കൂടെ ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി. അല്ലേലും അതെല്ലാം നിനക്ക് തന്നെ ഉള്ളതായിരുന്നല്ലോ മോനെ. ചാച്ച, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങി ഗതികെട്ടപ്പോ അന്ന് എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ. മോനെ തോമസ് കുട്ടി, നീയാണ് മോനെ ഞങ്ങൾ അപേക്ഷിച്ചു പോയത്. ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളതറിയാതെ പോയി. ചാച്ച മരണം നമ്മുടെ വീട്ടിലേക്ക് വരില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോഴില്ല. അതിനി നിന്റെ വീടാണ്. ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള നിന്റെ കൂടാരം. മോനെ, ആ കൂടാരത്തിൽ പരിശുദ്ധാത്മ നൽവരങ്ങളുടെ എണ്ണയാൽ ഭയപ്പെട്ട വിചാരികളിൽ തുറക്കുന്ന വാതിലുകൾ ഉണ്ടായിരിക്കണം. മറക്കരുത്, അത്തരം വിചാരികളിൽ നിന്നും തിരിഞ്ഞും തുറന്നും അടഞ്ഞുമാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. പിന്നെ നിന്നോടൊരു കാര്യം കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. പോകുന്ന വഴിക്കാണ് നമ്മുടെ പള്ളി. നീ അത് മറന്നിരുന്നതാണ്. അവിടെ ഒന്ന് കയറണം. സർവ്വതും ക്ഷമിച്ച് കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവമാതാവുണ്ട് അവിടെ. അവിടെ ഒന്ന് കവിഴ്ന്ന് വീട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതുവരെ ഉണ്ടായ എല്ലാ യുദായ്മകളും കണ്ണീരിൽ ഒഴുക്കിയിട്ടേ മടങ്ങാവൂ. അപ്പോ നമ്മുടെ സ്ത്രീയേക ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് നമ്മുടെ ദൈവത്തോട് നന്ദി പറയാം. ദൈവമേ, നിനക്ക് നന്ദി, നിനക്ക് സ്തോത്രം.